നാലാമത്തെ ഡെഫിനിഷനാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഒരു പക്ഷേ അത് പോളാർ ഡയലക്ട്രിക് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ പോളാർ ഡയലക്ട്രിക് ആയിരിക്കും. ആ ഒരു ഡയലക്ട്രിക്കിൻ്റെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മനസ്സിലാക്കാനായി നമ്മളൊരു ഡയലക്ട്രിക്കിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോളാർ ഡയലക്ട്രിക് എടുക്കാം, അതുമല്ലെങ്കിൽ നോൺ പോളാർ ഡയലക്ട്രിക് എടുക്കാം, ഏത് തന്നെയായാലും കുഴപ്പമില്ല. ഇതൊരു പോസിറ്റീവ്ലി ചാർജർ പ്ലേറ്റ് ആണ്, ഇത് ഒരു നെഗറ്റീവ്ലി ചാർജർ പ്ലേറ്റ് ആണ്. രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ് ഈ, അതിൻ്റെ ഡയറക്ഷൻ നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയലിനെ കൊണ്ടുവയ്ക്കുന്നത്. അതിലൊരു പക്ഷേ പോളാർ മോളിക്യൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കാം. എന്ത് തന്നെയായാലും നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പോളാർ മോളിക്യൂൾസിലെയോ അതുമല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസിലെയോ പോസിറ്റീവ് ചാർജുകൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതായത് ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, അതുകൊണ്ട് പോസിറ്റീവ് ചാർജുകളുടെ മൂവ്മെൻറ്റും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. നെഗറ്റീവ് ചാർജുകൾ എങ്ങോട്ട് പോകും? നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നെഗറ്റീവ് ചാർജുകൾ പോവുക. അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും നെഗറ്റീവ് ചാർജുകൾ പോവുക. നമ്മൾ പതുക്കെ പുറമേ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവസാനം ഈ പോസിറ്റീവ് ചാർജുകൾ പരമാവധി റൈറ്റ് സൈഡിലേക്കും നെഗറ്റീവ് ചാർജുകൾ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്കും ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. പിന്നെയും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞാലോ അവർ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ അവിടെ ബ്രേക്ക് ആവും. നെഗറ്റീവ് ചാർജുകളെ നമ്മൾ സാധാരണയായി എടുക്കാറുള്ളത് ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾക്കാണ് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുകൾ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ നെഗറ്റീവ് ചാർജുകൾ ഇലക്ട്രോണുകളാണെന്ന് വിചാരിക്കുക. ആ ഇലക്ട്രോണുകൾ എന്ത് സംഭവിക്കും? ആ ആറ്റത്തിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു പോകും. നമ്മൾ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകൾ ഒരു ആറ്റത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു പോകും. ആ ഇലക്ട്രോണുകൾ പിന്നെ എന്ത് ടൈപ്പ് ഇലക്ട്രോണുകളായി? വാലൻസ് ഇലക്ട്രോണുകൾ എന്ത് ടൈപ്പ് ഇലക്ട്രോണുകളായി? ഫ്രീ ഇലക്ട്രോണുകളായി മാറും. അങ്ങനെയെങ്കിൽ ഇതൊരു ഡയലക്ട്രിക് മെറ്റീരിയൽ ആയിരുന്നു, അതൊരു ഇൻസുലേറ്ററും കൂടിയായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടുന്ന ഇൻസുലേറ്ററുകൾ വിളിച്ചിരുന്ന പേരായിരുന്നു എന്ത്? ഡയലക്ട്രിക്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയതനുസരിച്ച് ആ ഇലക്ട്രോണുകൾ അവിടെ ഫ്രീ ഇലക്ട്രോണുകളായി മാറി. ഒരു ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഫ്രീ ഇലക്ട്രോണുകളുടെ പ്രസൻസ് കൂടി. അങ്ങനെയെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റിയും കൂടിയിട്ടുണ്ടാകും. അതിൻ്റെ ആ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് ഒരു പക്ഷേ അത് കണ്ടക്ഷൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്? The maximum electric field that can exist in a dielectric without causing the breakdown of its insulating property is called dielectric strength of the material. അതായത് ഒരു പരിധി വരെ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്ക് ഡൗൺ, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിൽ ബ്രേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. ഒരു പരിധി വരെ നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡയലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഉണ്ടാകാതെ സൂക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ആ ഡയലക്ട്രിക് മെറ്റീരിയലിന് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ ഒരു പരിധി വിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഡൈ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും. ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി വിട്ട് കണ്ടക്ഷൻ പ്രോപ്പർട്ടി ആര് പൊസസ് ചെയ്യും? ഈ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ പൊസസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിന് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നിലനിർത്താനായി പറ്റുന്ന ഒരു മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്, അതിനേക്കാൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നിലനിർത്തിക്കൊണ്ട് അവന് നിൽക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനെ, മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ.
ഇനി ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എയർ ഇറ്റ് ഈസ് 3 × 10⁶ വോൾട്ട് പെർ മീറ്റർ. അതായത് നമ്മൾ 3 × 10⁶ വോൾട്ട് വരെ നമുക്ക് എയറിന് കൊടുക്കാം. ഒരു മീറ്റർ സ്ക്വയറിലുള്ള ഒരു എയറിൻ്റെ ഏരിയയ്ക്ക് നമുക്ക് വേണമെങ്കിൽ 3 × 10⁶ വോൾട്ട് വരെ അപ്ലൈ ചെയ്യാം. അത്രയും ഇലക്ട്രിക് ഫീൽഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അത്രയും സമയം വരെ ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് വരെ എയറിന് എന്ത് പ്രോപ്പർട്ടി തന്നെയായിരിക്കും? ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി തന്നെയായിരിക്കും. ഈ ഒരു വാല്യൂവിനേക്കാൾ 3 × 10⁶ വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ, കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ എയറിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി മാറി ഒരുപക്ഷെ അത് അയണൈസ് ആവും, അത് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത്രയുമാണ് നമുക്ക് നാലാമത്തെ ഡെഫിനീഷനായിട്ടുള്ള ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ കീഴിൽ പറയാനുള്ളത്.